സമൂഹമാധ്യമത്തിലൂടെ കവടിയാർ കൊട്ടാരത്തിനും രാജകുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണം കുറിപ്പിട്ട തിരുവനന്തപുരം സ്വദേശി ഗൗതമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു. വിവരങ്ങളുമായി കെ.ബി. ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, മറ്റു വിശദാംശങ്ങൾ കൂടി. കവടിയാർ കൊട്ടാരത്തിനും രാജകുടുംബത്തിനുമെതിരെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപം നടത്തിയതിനാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ ഗൗതമിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ജൂലൈ 3-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ഈ കൊട്ടാരത്തിന് നേരെ കവടിയാർ കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് എതിരെയും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ഈ ഗൗതം, തിരുവനന്തപുരം സ്വദേശിയായ ഗൗതം എന്ന യുവാവ് നടത്തിയത്. ഒപ്പം തന്നെ നിലവിൽ ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ വീരപത്മനാഭ ഗൗതം എന്ന് പറയുന്ന FB പ്രൊഫൈലിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റ് പ്രൊഫൈലിലൂടെ ഇയാൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ രാജകുടുംബം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം നിലവിൽ അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസം ഈ ഗൗതമിനെ, തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് ഗൗതമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസ് വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു. ചരിത്രകാരനായ MJ ശശിഭൂഷൻ്റെ മകൻ കൂടിയാണ് ഗൗതം. ഇയാളാണ് കഴിഞ്ഞ ജൂലൈ 3-ന് വീരപത്മനാഭ ഗൗതം എന്ന് പറയുന്ന ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഈ അധിക്ഷേപകരമായ പരാമർശങ്ങൾ കൊട്ടാരത്തിനും കവടിയാർ കുടുംബത്തിനുമെതിരെ നടത്തിയിരിക്കുന്നത്.